ഹായ്, അസ്സലാമു അലൈക്കും. സൗദി സ്റ്റൈലിൽ ചിക്കൻ കപ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കപ്സയുടെ മസാല കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്സയാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കപ്സ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 10 ഏലക്കയും 10 ഗ്രാമ്പു, ഒരു പീസ് പട്ട, പിന്നെ ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകവും വലിയ ജീരകവും, പിന്നെ ഒരു പകുതി നട്ട്മഗ് എടുത്തിട്ടുണ്ട്. ജാതിക്കയുടെ ഒരു പകുതി മാത്രം മതി. ബ്ലാക്ക് കളറിലുള്ള ഒരു ഏലക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഇതിലേക്ക് മുളകും കുരുമുളകും ചേർക്കുന്നുണ്ട്. മുളക് എരിവില്ലാത്തതും എരിവുള്ളതുകൂടെയാണ് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മല്ലി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ പിന്നീട് പൊടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ ആ ഒരു തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതിനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 2 കാശ്മീരി മുളകും 2 എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് തണുക്കാനായിട്ട്. ഇതിലേക്കുള്ള റൈസ് സെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബസ്മതി അരി എടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാനിവിടെ 3.5 കപ്പ് റൈസാണ് എടുക്കുന്നത്. നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ആ മസാലയുടെ മിക്സ് തണുത്തിട്ടുണ്ട്. അതിനി പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ച സമയത്ത് നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലും ബട്ടറൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നെയ്യ് യൂസ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇഞ്ചി കുറച്ച് മാത്രം മതി. വെളുത്തുള്ളി ഒരു 2-3 അല്ലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് വഴന്നു വന്നാൽ മതി. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബേ ലീവ്സും ഏലക്കയും ഗ്രാമ്പും കുറച്ച് കുരുമുളകും ഒരു ചെറിയ പീസ് പട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി മാഗി ക്യൂബാണ് ചേർക്കുന്നത്. ഒരു പാക്കറ്റിൽ 2 മാഗി ക്യൂബ് ഉണ്ടാവും. അതിൽ നിന്നും 2 എണ്ണവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തല്ലിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സ്കിന്ന് കട്ട് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നോടുകൂടി ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ സ്കിൻ ഒഴിവാക്കിയാൽ മതി. ഈ ഒരു ചിക്കൻ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഇത് തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കപ്സയുടെ മസാല ഒരു 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു വലിയ തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കുക. അല്ല മീഡിയം സൈസ് ആണെങ്കിൽ
2 തക്കാളി എടുക്കണം. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് വേവാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബസ്മതി അരി എടുക്കുകയാണെങ്കിൽ ഒരു 5.5 കപ്പൊക്കെ മതിയാവും. സെല്ല റൈസിന് അത്യാവശ്യം വേവുള്ളതുകൊണ്ടാണ് 3.5 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എരിവിനായിട്ടൊരു 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 12 മിനിറ്റൊക്കെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചിക്കൻ അങ്ങ് എടുത്തു മാറ്റാം. അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ടോ കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ചിക്കൻ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചിക്കൻ എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന പാകത്തിന് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കബ്സയുടെ മസാല കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കബ്സ മസാല കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കളറുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും ചിക്കന്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയിൽ ഫ്രൈ ആക്കേണ്ട. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതേപോലെ നല്ലൊരു കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് കുക്കായ ചിക്കനാണ്. പിന്നെ ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. ഇതേപോലെ ബാക്കിയുള്ള ചിക്കൻ്റെ പീസും ചെയ്തെടുക്കാം. റൈസ് ഇടയ്ക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് ആൽമണ്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആൽമണ്ട്സിന് പകരമായിട്ട് കാഷ്യൂനട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസ് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചട്നി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ തക്കാളിയും പച്ചമുളകും 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ മല്ലിയില കുറച്ച് മാത്രം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം.
ഒന്ന് കറക്കിയെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോരുത്. ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ചോപ്പറിൽ ഇട്ടിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലാണെങ്കിൽ പതുക്കെ ഒന്ന് അടിച്ചെടുക്കാവൂ, ഒരുപാട് പേസ്റ്റ് ആവരുത്. ഇപ്പോൾ കപ്സ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരോടെ അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നത്. ചിക്കൻ്റെ പീസെല്ലാം എടുത്തിട്ട് റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. മുകളിലായിട്ട് കുറച്ച് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആൽമണ്ടും റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഈസിയാണ് ഈ ഒരു കപ്സ റെഡിയാക്കി എടുക്കാനായിട്ട്. ടേസ്റ്റ് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്